മാത്സിലേക്ക് 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് 6ലെ കണക്ക് പുസ്തകത്തിലെ മാത്സ് ടെക്സ്റ്റിലെ 2ാമത്തെ ചാപ്റ്റർ. പേര് ഒരു ഭിന്നം, വിവിധ രൂപങ്ങള്, പല രൂപങ്ങള്, എ ഫ്രാക്ഷൻ, വേരിയസ് ഫോം. ഇതാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ഭിന്നം, ഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? ഒരു ഒന്നിനെ രണ്ടായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഒരു ദോശയെ 2 കഷ്ണാക്കിയാൽ ഇതിലത്തെ ഒരു കഷ്ണത്തിന് നമ്മൾ പറയാ 1/2 എന്നാണ്. 1/2. അപ്പൊ ഇപ്പുറത്തെ കഷ്ണം 1/2. എന്താ അർത്ഥം? ഈ 2 എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ദോശയെ 2 കഷ്ണാക്കി. ഇതോ ഈ ഒന്നിന് എന്താ അർത്ഥം? ആ 2 കഷ്ണത്തിൽ ഒന്നാണ് ഈ ഭാഗം. 2 പീസിൽ 1, 1/2. ഓക്കെ, അപ്പൊ ഇതെത്രയാണ്? 1/2 ആണ്. ഇതും 1/2 ആണ്. ഓക്കെ, അപ്പൊ ഇതെത്ര വരും? 1/3, 1/3, 1/3. കാരണം എന്താ? ഒരു ദോശയെ 3 തുല്യ കഷ്ണങ്ങളാക്കി അല്ലെ? 3 ഈക്വൽ പാർട്സ് ആക്കിയപ്പോഴാണ് 3ൽ ഒരു കഷ്ണാണ് ഇത്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചാണ്. 1/2 പഠിച്ചു, 1/4, 1/3 ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ 1/2ന്റെ അല്ലെങ്കിൽ 1/3യുടെ ഡിഫറെന്റ് ഫോംസ് വേറെ ഏതൊക്കെ തരത്തില് ഈ 1/2 എഴുതാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നോക്കൂ കുട്ടികളെ, അപ്പൊ ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. അപ്പൊ പകുതി കണ്ടാ നിങ്ങൾ പറയും ഇത് 1/2 ആണെന്ന് നിങ്ങൾ പറയും. നോക്ക്, അപ്പോ ഇതും 1/2 ആണെന്ന് പറയും. ഓക്കെ, ഞാൻ ഇതിനെ 4 കഷ്ണാക്കുകയാണ്. 4 കഷ്ണാക്കി. 4 കഷ്ണാക്കിയാല് ഒരു കഷ്ണം എത്ര വരും? 1/4 വരും. കാരണം 4ൽ ഒരു കഷ്ണം. അപ്പൊ ഇതും എത്ര വരും? 4ൽ ഒരു കഷ്ണം. ഇതും എത്ര വരും? 4ൽ ഒരു കഷ്ണം. ഇതും 4ൽ ഒരു കഷ്ണം. ഇത് 4ൽ ഒരു കഷ്ണം. ഇത് 4ൽ ഒരു കഷ്ണം. നോക്കൂ കുട്ടികളെ, അപ്പൊ ഇതിൽ ഓരോന്നും 4ൽ 1, 1/4 എന്നാണ് ഒരു പീസ് വരിക. നിങ്ങൾക്ക് മനസ്സിലായി? നോക്ക്, ഇതേ ഒരേ ദോശയാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ 2 കഷ്ണാക്കുന്നു, ഇവിടെ 4 കഷ്ണാക്കുന്നു. അങ്ങനെ വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വരയുടെ ഇപ്പുറത്തെ ഭാഗം 1/2 ആണ് അല്ലെ? കണ്ടില്ലേ? 1/2 ആണ്. അപ്പൊ ഈ വരയുടെയും ഇപ്പുറത്തെ ഭാഗം 1/2 ആയിരിക്കുമല്ലോ. ഈ വരയുടെ ഇപ്പുറമുള്ള ഭാഗം 1/2 ആയിരിക്കും. അപ്പൊ എന്താ അർത്ഥം? ആ 1/2 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 1/4, വേറൊരു 1/4 ഉണ്ട്. 2 1/4 ഉണ്ട് അല്ലെ? കണ്ടില്ലേ നിങ്ങള്? ഈ അരയുടെ ഭാഗത്ത് ഇവിടെ 2 1/4 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ അര, ഈ ഹാഫ് എന്ന് പറയുന്നത് 2 1/4 ചേർന്നതാണ്. 2 1/4 ചേർന്ന് നമുക്ക് എങ്ങനെ പറയാ? 4ൽ 2 കഷ്ണം. 4ൽ 2 കഷ്ണാണ് ഇത്. ഇത് 4ൽ 2 കഷ്ണം. അപ്പോൾ നമ്മൾക്ക് ഈ 1/2 എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 4ൽ ഒരു കഷ്ണം ഇവിടെ, 4ൽ ഒരു കഷ്ണം ഇവിടെ. അപ്പൊ ആകെ വരുമ്പോ നമുക്ക് എത്ര കിട്ടും? 4 എണ്ണം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് 4ൽ 2 കഷ്ണാണ്. ഇത് ഫുള്ള്, അതായത് ഫുൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഭാഗം, 4ൽ 2 കഷ്ണം, 2/4. അപ്പൊ ഇത് 1/4, 1/4. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ 1/2 എന്ന് പറയുന്ന അതേ ഭാഗമാണ് 2/4. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 1/2 എന്ന് പറയുന്നത് 2/4 എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ. 2 കഷ്ണത്തെ ആക്കിയിട്ട് ഒരു കഷ്ണം എടുക്കുന്നതും 2 കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം എടുക്കുന്നതും 4 കഷ്ണം ആക്കിയിട്ട് 2 കഷ്ണത്തിന് എടുക്കുന്നതും ഒരുപോലെയാണ്. ഇനി നിങ്ങൾക്ക് വേറൊന്നിവിടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്ക്, ഇങ്ങനെയുള്ള ഒരു ദോശ. ഈ ദോശയെ നോക്കൂ കുട്ടികളെ, ഈ ദോശയെ എന്ത് ചെയ്യുന്നു? 6 കഷ്ണാക്കുന്ന വിചാരിക്കുക. നോക്കിയാൻ, ഇപ്പൊ ഇവിടെ എത്ര കഷ്ണാക്കി? 6 കഷ്ണാക്കി. കണ്ടില്ലേ? ഈ 6 കഷ്ണാക്കിയാല് അതിൽ ഈ 3, അപ്പൊ എത്ര വരും? ഇത് 1/6. ഇത് 6 കഷ്ണാകുമ്പോ 1/6 വരുമല്ലോ. 1/6 വരും. അപ്പൊ ഇതും 1/6, ഇതും 1/6, ഇതും 1/6. കറക്റ്റ് അല്ലേ? 3 1/6 ഇപ്പുറം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് 3 1/6 ചേർന്നതാണ് ഇത് വരിക. ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദോശയുടെ പകുതിയാണ്. ഈ ദോശയുടെ പകുതിയല്ലേ ഇത്? അപ്പൊ 6ൽ 3 എന്ന് പറഞ്ഞാലും 3 6ൽ കണ്ടില്ലേ?
ആറിലൊന്ന് ആറിലൊന്ന് ആറിലൊന്ന്, അപ്പൊ 6ൽ 3 കഷ്ണമാണ് ഇത്. അതേപോലെ ഇപ്പുറം ഉണ്ടാവുമല്ലോ, 6ൽ 3 കഷ്ണം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ വരച്ചല്ലോ, കണ്ടില്ലേ? അപ്പൊ 6ൽ 3 എന്ന് പറയുന്നതും ആർക്ക് തുല്യമാണ്? 1/2 തുല്യമാണ്. ഓക്കെ, അപ്പൊ 6ൽ 3 എന്ന് എഴുതാം. ഇനി 8 കഷ്ണാക്കിന് നിങ്ങൾക്ക് പറയാൻ പറ്റും 8ൽ എത്ര കഷ്ണാണ് പകുതിക്ക് വരിക? 8ന്റെ പകുതിയാണ് വരിക. 8ൽ 4. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഈ 1/2 എന്ന് പറയുന്നതിന്റെ വിവിധ രൂപമാണ്, പല രൂപമാണ്. ഏത്? 2/4. അപ്പൊ നിങ്ങൾ കരുതണ്ട 1/2 2/4 2/4 വലുതാണെന്ന് കരുതരുത്, രണ്ടും ഈക്വൽ ആണ്. 3/6 എന്ന് പറഞ്ഞാലും അതും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് 1/3 നോക്കാം നമുക്ക്. അപ്പം 1നെ 3 ഭാഗിക്കുമ്പം അത് 1/3 ആയി അല്ലേ? കറക്റ്റ് ആണല്ലോ. ഇനി ഈ 1/3 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ വീണ്ടും പകുതിയാക്കുന്നു വിചാരിച്ചോ. അപ്പൊ ഇത് 1/3 1/3 1/3 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെയും പകുതിയാക്കുന്നു. നോക്കൂ, ഈ ഭാഗത്തിനെ പകുതിയാക്കുന്നു, ഈ ഭാഗത്തിനെയും പകുതിയാക്കുന്നു. അങ്ങനെ പകുതിയാക്കുമ്പോ ആകെ എത്ര വന്നു നോക്കിയാൽ ഇത് 6 കഷ്ണായി. 1 2 3 4 5 6 കഷ്ണം. അപ്പൊ 6ൽ 1 ഭാഗം ഇത് 6ൽ 1 ഭാഗം, ഇതും 6ൽ 1/6 ഇതും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോ ഇതെല്ലാം 6ൽ 1 ഭാഗം 6ൽ 1 ഭാഗം. നോക്ക്, 6 1/6 1/6 1/6 വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ 1/3 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഈ ഒരു ഭാഗം, ഈ ഭാഗത്തിന് കണക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാതാ? ഈ ഭാഗമല്ലേ അത്? ഈ വരയും ഈ വര ഇത്, ഈ വര ഇത്. അപ്പൊ എന്തായി? ഈ 1/3 എന്ന് പറയുന്ന ഇത്ര പോരാ, ഒരു കേക്കിന്റെ കഷ്ണം വിചാരിച്ചോ. ഈ കഷ്ണത്തിന് തുല്യമായ കേക്കല്ലേ ഇത് രണ്ടും ചേർന്നാ കിട്ടല്. അപ്പൊ ഇത് രണ്ടും ചേരുമ്പോ എത്രയായി? 6ൽ 1 കഷ്ണം 6ൽ 1 കഷ്ണം. അങ്ങനെ ഇത് 6ആയിട്ട് മുറിച്ചപ്പോ ഇത് രണ്ടും കൂടെ ചേരുമ്പം 6ൽ എത്ര കഷ്ണായി? ഇത് രണ്ടും കൂടെ ചേരുമ്പോ 6ൽ 1 കഷ്ണാണ്, പക്ഷെ രണ്ടും കൂടെ ചേരുമ്പോ എത്രയായി? 6ൽ 2 കഷ്ണാവൂലേ ഇതും ചേർന്നപ്പോൾ. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഈ 6ൽ 2 എന്ന് പറയുന്നത് 3ൽ 1 തുല്യാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 2/6 എന്ന് എഴുതാം. ഇനി ഞാനിപ്പം എന്താ ചെയ്തത്? ഈ 3ൽ 1 പകുതിയാക്കിയിട്ടാ മാറ്റിയത്. ഇനി 3ൽ 1 3 കഷ്ണമാക്കി മാറ്റിയ എത്ര കഷ്ണം വരും? 9 കഷ്ണം വരും. നോക്ക്, 3 കഷ്ണാക്കി മാറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുക. നോക്കൂ കുട്ടികളെ, 1 കഷ്ണം 2 കഷ്ണം 3 കഷ്ണം. അപ്പൊ ഇതിങ്ങനെ ആക്കുമ്പോ എത്ര കഷ്ണായി? 3 കഷ്ണായി. 1 2 3. ഇതിനെയും അതേപോലെ 3 കഷ്ണാക്കാൻ പറ്റുമല്ലോ. ഇതിനെയും അതേപോലെ 3 കഷ്ണാക്കാൻ പറ്റും. അപ്പൊ ആകെ എത്ര കഷ്ണം വരും? ഇവിടെ 3 എണ്ണം വരും, ഇവിടെ 3 എണ്ണം വരും, ഇവിടെയും 3 എണ്ണം വരും. 9 കഷ്ണം വരും. അപ്പൊ 9 കഷ്ണം വരുമ്പോ ഓരോന്നും എത്രയായിരിക്കും? 1/9 1/9 1/9 ആയിരിക്കുമല്ലോ. 9 കഷ്ണം ഉണ്ടാവുക. അപ്പോഴ് ഇത്ര പോര ഭാഗത്തില് എത്രയുണ്ടാവും? അപ്പൊ ഇതെത്രയായിരിക്കും? ഇതൊരു 1/9 ആയിരിക്കും, ഇതും ഒരു 1/9 ആയിരിക്കും, ഇതും ഒരു 1/9 9ൽ 1 ഭാഗമായിരിക്കും. 9 കഷ്ണാക്കിയാലാണ്. നോക്കൂ കുട്ടികളെ, 1 കഷ്ണം 2 കഷ്ണം, പിന്നെ 1 കഷ്ണം 2 കഷ്ണം 3 കഷ്ണം, 9 കഷ്ണമായി. ഈ 9 കഷ്ണാകുമ്പോ നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഇവിടത്തേക്കല്ലേ നമ്മുടെ 1/3 ഉണ്ടായത്. ഈ 1/3ക്ക് പകരം എത്ര 1/9 ഉണ്ട്? 3 1/9 കണ്ടില്ലേ? 3 എണ്ണം ഇല്ലേ ഇവിടെ. അപ്പൊ ഈ 1/3 എന്നും അല്ലെങ്കിൽ 3ൽ 1 ഭാഗം 1/3 ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് 9 താഴെ വരുമ്പം മുകളിൽ അങ്ങനത്തെ ചെറിയ കഷ്ണത്തിന് ഉണ്ടാവും 3 എണ്ണം ഉണ്ടാവും. 3/9 വരും. അപ്പൊ നമുക്ക് കിട്ടും 3/9 എന്ന് പറയുന്ന കഷ്ണം കിട്ടും. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിയാല്, ഒരു ഭിന്നം കിട്ടിയാല് അതിന് തുല്യമായിട്ട് വരുന്ന പല രൂപങ്ങളും നമുക്ക് എഴുതാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം നോക്കൂ, നിങ്ങള് മുകളിൽ നമ്മൾ കണ്ടില്ലേ, 1 വന്നു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി, 4 ആയി. താഴെ വരുന്ന നോക്കിയാൽ 2 വന്നു, 4 വന്നു, 6 വന്നു, 8 വന്നു. ഓക്കെ, അതായത് 1നെ 2 കൊണ്ട് ഗുണിച്ച് 2 കിട്ടി, 2നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ 4 കിട്ടും. 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. നോക്കില്ലേ, 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3/6. ഈ 1/2 എങ്ങനെയാണ് 3/6 ആവുന്നത്?
കൊണ്ട് ഗുണിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ചിത്രം വരക്കാതെ തന്നെ നമുക്ക് ഒരു നമ്പർ കിട്ടി, ഒരു ഫ്രാക്ഷൻ കിട്ടിയാല് നമുക്ക് അതിന്റെ ഓരോന്നും നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഓർമ്മിച്ചു വെക്കണം. അങ്ങനെ വരുമ്പം നിങ്ങൾ അറിയേണ്ടത് 2/3 എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഇത് നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്ക്, 3നെ എന്ത് ചെയ്തു, 1/3 ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു, ഇതിനെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 2/6 കിട്ടി. നോക്ക്, 2/6. ഈ 1/3നെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 3/9 എന്ന് കിട്ടി. അപ്പൊ 2/3 എന്ന് പറയുന്ന ഒരു കഷ്ണത്തിന്റെ അടുത്ത രൂപം എത്രയായിരിക്കും? നമ്മൾ ആ 2/3 എന്ത് ചെയ്താൽ മതി, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, ഇതിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 2 നമുക്ക് എത്ര കിട്ടും, 4, 3 2 കിട്ടും 6. അപ്പൊ ബൈ ഇട്ടിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇതിന് തുല്യം എത്ര എഴുതാ, 4/6. അടുത്ത നമ്പർ കിട്ടാനോ സിമ്പിൾ, അടുത്ത നമ്പർ കിട്ടാൻ 2/3 നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക, താഴെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 23 6, 3 3 9. അപ്പൊ 2/3 തുല്യം വരുന്നത് എന്തെല്ലാം, 4/6 വരും. കൂടാതെ എന്തും കൂടെ വരാം, 6/9 എന്നും വരാം. ഇതൊക്കെ എത്രക്ക് തുല്യമാണ്, 2/3 തുല്യം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റും, ഇങ്ങനെ നമ്മൾ ഭിന്നസംഖ്യ എഴുതുന്ന സമയത്ത് ഇതിലത്തെ നമ്പറുകൾക്ക് ഒരു പേരുണ്ട്. എന്താണ് ആ പേര് എന്നറിയോ? നോക്കൂ കുട്ടികളെ, സിമ്പിൾ ആണ്. നോക്കൂ, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിത്രം, ഇങ്ങനെയുള്ള ചിത്രത്തിനെ 3 കഷ്ണാക്കുന്നു. അപ്പൊ ഒരു കഷ്ണം എത്ര വരുന്നു, 1/3 വരുന്നു. ഓക്കെ, ഇതും 1/3, ഇതും 1/3. ഇത് രണ്ടും കൂടെ ചേരുകയാണെങ്കിൽ എത്ര വരും, 2/3 വരും. ഇത് രണ്ടും കൂടെ ചേരുമ്പോ 2/3 വരും. അപ്പോഴ് ഒരു ഭിന്നം കിട്ടിക്കഴിഞ്ഞാല്, ശ്രദ്ധിക്കണേ, ഒരു ഭിന്നസംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അതില് 2 നമ്പർ ഉണ്ടാവുമല്ലോ, മുകളിലും താഴെയും 2 നമ്പർ ഉണ്ടാവും. നോക്കൂ, 2/3 എന്ന് പറയുമ്പോ അവിടെ മേലെയും താഴെയും 2 നമ്പർ ഉണ്ടാവും. 1/3 എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും ഓരോ സംഖ്യകളുണ്ട്. ഇങ്ങനെ വരുമ്പോ കുട്ടികളെ, ഈ 1/3 ഈ മുകളിൽ വരുന്നതിന്റെ പേരാണ് മലയാളത്തില് അംശം, ഇംഗ്ലീഷില് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ, ന്യൂമറേറ്റർ, വായിക്കുന്നത് ന്യൂമറേറ്റർ. താഴെയുള്ളതിനെ പറയുന്ന മലയാളത്തിൽ പറയാ ഛേദം, ഇംഗ്ലീഷിൽ പറയാ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ. ഈ 2 വാക്കുകൾ കുട്ടികൾ പഠിച്ചു വെക്കണം. മലയാളത്തിൽ പഠിക്കണം, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിൽ പഠിക്കണം. മുകളിലുള്ളത് ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. മുകളിലുള്ളത് അംശം, താഴെയുള്ളത് ഛേദം. എന്താണ് ഈ ഛേദം എന്ന് പറഞ്ഞ അർത്ഥം? ഛേദിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കഷണിക്കുക, ഭാഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതോ ഒരു സാധനത്തിനാ 3ആയി ഭാഗിച്ചിട്ടുണ്ട്. 3ആയി ഭാഗിച്ചിട്ടുണ്ട്. ആ 3ആയി ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് ഇത്. അപ്പൊ 3ആയി ഛേദിച്ചു, അതുകൊണ്ട് ഛേദം. അതിലൊന്ന് അംശം, അംശം എന്ന് പറഞ്ഞ ഭാഗം, അതിലൊന്ന് അംശമായി എടുത്തു. മലയാളത്തിലുള്ളതിന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, പറയാം. ഇംഗ്ലീഷിലും പറയാം ഡിനോമിനേറ്റർ. ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അറിയാവോ? 100 രൂപയ്ക്ക് ചില്ലറ വാങ്ങല്ലേ നമ്മൾ, 10 രൂപ 20 രൂപ വാങ്ങുമ്പോ അതിന് നമ്മൾ ഡിനോമിനേഷൻസ് എന്നാ പറയാ. അത് ഡിനോമിനേഷൻ എഴുതുക പറഞ്ഞ അർത്ഥം 100 രൂപ 10 രൂപയും 20 രൂപയും ആക്കി വാങ്ങിയാല് 10 രൂപ എത്രണ്ണുണ്ട്, 20 രൂപ എത്രണ്ണുണ്ട്, അങ്ങനെ ഭാഗിച്ചെടുക്കുന്നതാണ് ഡിനോമിനേഷൻ. അപ്പൊ ഇതിനെ പറയാ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അതിൽ വരുന്ന നമ്പർ, നമ്മൾ എടുക്കുന്ന നമ്പർ എത്രയുണ്ട് എന്നുള്ളതാണ് ന്യൂമറേറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ മുകളില് ന്യൂമറേറ്റർ, താഴെ ഡിനോമിനേറ്റർ, മുകളിലെ അംശം, താഴെ ഛേദം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് തുല്യമായിട്ട് വേറൊരു ഭിന്നം എഴുതുമ്പോ ഇതിന് ഈക്വൽ ആയിട്ട് വേറൊരു രൂപ ഫോമിലുള്ള ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോ അത് എഴുതുന്നതിന് നമ്മൾ ഇങ്ങനെ മേലെയും താഴെയും ഗുണിക്കുന്നതിന് നമുക്ക് എങ്ങനെ പറയാ? ഒരു ഭിന്നസംഖ്യ 1/3. ഇതിനെ എഴുതുമ്പോ എന്ത് പറയാ? നമുക്ക് ഇതിനെ നമ്മൾ 4 കൊണ്ടാണ് ഗുണിക്കുന്നത്. നമുക്ക് പറയാ അതിന്റെ അംശത്തെ 4 കൊണ്ട് ഗുണിക്കുന്നു,
ഛേദത്തെ 4 കൊണ്ട് ഗുണിക്കുന്നു, ന്യൂമറേറ്ററിനെ 4 കൊണ്ട് ഗുണിക്കുന്നു, ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 into 4 4, 3 into 4 12. അപ്പൊ 1/3 മറ്റൊരു ഫോമാണ് 4/12. അപ്പൊ ഇങ്ങനെയാണ് ഡിഫറെന്റ് ഫോംസ്, വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെയാണ് ഭിന്നസംഖ്യക്ക് എഴുതി ചോദിച്ചാല് ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും മുകളിലുള്ളതിനെയും താഴെയുള്ളതിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന പുതിയതാണ് നമ്മുടെ പുതിയ ഭിന്നം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു ഫ്രാക്ഷന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മുകളിലും താഴെയും വരുന്നല്ലേ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കിട്ടുന്ന പുതിയ ഫ്രാക്ഷൻ ആണ് എന്ത്? പുതിയ രൂപം, വേരിയസ് ഫോം ആയിട്ട് ആദ്യത്തിന്റെ വേറെ ഫോം ആയിട്ട് വരുന്നത്, ഫസ്റ്റ് വണ്ണിന്റെ ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞ? എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എങ്ങനെ? സെയിം നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഫോം, ന്യൂ ഫോം നമ്പർ ഫോം ചെയ്യും. ഓക്കെ, അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പുതിയ നമ്പർ, പുതിയ ഭിന്നസംഖ്യ നമുക്ക് കിട്ടുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ അതിൽ പഠിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾക്ക് ഒരു ഫ്രാക്ഷൻ നമ്മൾക്ക് തരും. ഓക്കെ, ഫോർ എക്സാമ്പിള് 1/2 എന്നുള്ള ഫ്രാക്ഷൻ നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് പറയും ഇവിടെ 8 ഉണ്ട് എങ്കിൽ ഇവിടെ എത്ര വരും എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 ആണ്, അതിന് തുല്യാണ് ഇവിടെയുള്ള ഇത്ര 8. അപ്പൊ കുട്ടികൾ അറിയേണ്ടത് 2വിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? 2വിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോ നമ്മൾക്ക് എന്താ എഴുതാം? ഇതിനെ 2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. അപ്പോ 1നെയും അതേമാതിരി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ആൻസർ 2 കിട്ടും. അപ്പൊ 1/2 എന്ന് പറയുന്നത് ആർക്കായി? 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4/8 കിട്ടും. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള 1/2 എന്ന് പറഞ്ഞാല് 4/8 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഇനി നോക്കൂ, 2/3 തുല്യമാണ്. നോക്കൂ കുട്ടികളെ, 8 by question mark. 2/3 തുല്യമാണ് 8 by question mark. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിക്കുക, 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും? 2 8 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 2നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 4 കൊണ്ടല്ലേ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മേലെ മൾട്ടിപ്ലൈ ഗുണിച്ച അതേ നമ്പർ കൊണ്ട് താഴെയും ഗുണിക്കുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 4 12. അപ്പൊ അതിന്റെ ആൻസർ ആയല്ലോ. അപ്പൊ ഒരു ഫ്രാക്ഷൻ തന്നിട്ട്, ഒരു ഫ്രാക്ഷൻ ഇങ്ങനെ തരിക, ഇങ്ങനെ തന്നിട്ട് നമുക്കൊരു നമ്പർ മേലെ തന്നിട്ട് താഴെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ താഴെ ഇപ്പൊ 2/5 നമുക്ക് തന്നു, എന്നിട്ട് മേലെ അറിയില്ല, താഴെ നമുക്ക് കിട്ടുന്നു 15 എന്ന് കിട്ടുന്നു. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നില്ലതും കൂടെ കുട്ടികള് പഠിച്ചു വെക്കണം. അതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? എങ്ങനെയാണ് പഠിക്കുക? 2 10 ആയി. അപ്പൊ എത്ര കൊണ്ട് ഗുണിച്ചു? 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഇയാളെയും 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടുക? 5 5 25. അപ്പൊ ആൻസർ ആയല്ലോ. ഇനി ഇവിടെ പറ, നോക്ക്, 2/5 എത്രയാണെന്നറിയില്ല, താഴെ 15 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 എങ്ങനെയാണ് 15 ആയിട്ടുണ്ടാവുക? എത്ര കൊണ്ട് ഗുണിച്ചപ്പോഴായിരിക്കും? 3 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 5 15 വരിക. അപ്പൊ ഇതിന് എത്ര കൊണ്ട് ഗുണിക്കുക? 3. 2 × 3 എത്ര? നമുക്ക് കിട്ടി 6. അപ്പൊ ഒരു ഫ്രാക്ഷൻ തന്നാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ എഴുതാൻ കിട്ടുമല്ലോ. എത്ര എഴുതാൻ പറ്റുമല്ലോ? അങ്ങനെ പൂരിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, തന്നിട്ടുള്ളതിൽ നിന്ന് ഏത് കൊണ്ട് ഗുണിച്ചാലാണോ മറ്റേ നമ്പർ കിട്ടിയത്, അതേ ഗുണിക്കുന്ന നമ്പർ കൊണ്ട് മുകളിലത്തേന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി തിരിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ഒരു നമ്പർ പറയാണ്, 10/15. അപ്പോ ഇതിനെ നമ്മൾ ചുരുക്കി എഴുതണം. അതായത് ഇത് വലിയ നമ്പറാണ്. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞത് ആദ്യം വരുന്നത് എപ്പോഴും ചെറിയ നമ്പർ ആയിരുന്നു.
2/3. അപ്പൊ ഇങ്ങനെയുള്ളതിനാ ഇതിനാ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 3 6, 6/9. അപ്പൊ ആദ്യം 2/3 ചെറിയ നമ്പർ ആയിരുന്നു, ഇവിടെ അതിനെക്കാട്ടി വലിയ നമ്പർ ആയിരുന്നു ഇപ്പൊ അന്നേരം കിട്ടിയിരുന്നത്. ഇനി നേരെ തിരിച്ചിട്ടാ പറഞ്ഞത്. നോക്കൂ കുട്ടികളെ, ഈ 6/9 തന്നെ എടുക്കാം. അപ്പൊ 6/9 എന്ന് തന്നു കഴിഞ്ഞാല് അതിന് നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതും എന്നുള്ളതാണ് അടുത്തത് പഠിക്കാൻ വന്നത്. വലിയ നമ്പറിനെ തരും, അപ്പൊ ചെറിയ നമ്പറിന് തന്നിട്ട് വലിയ നമ്പർ എഴുതാൻ എന്താ ഗുണം? ഒരേ നമ്പറിനെ കൊണ്ട് തന്നെ മേലും താഴെയും ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനി വലിയ നമ്പർ തരും, അപ്പൊ അതിനെ ചെറിയ നമ്പർ ആക്കി എഴുതണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 6 9 ഇത് 3ന്റെ ഗുണിതാണ് അല്ലെ? 6ഉം 3ന്റെ ഗുണിതാണ്, 9ഉം 3ന്റെ ഗുണിതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 3 എന്ന് എഴുതാം. 9നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 3 എന്ന് എഴുതാം. അപ്പോ നോക്കിക്കോ നിങ്ങള്, രണ്ട് സ്ഥലത്തും നമുക്ക് 3 3 വന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ചെറിയ രൂപം കിട്ടി. ഏത്? 2/3. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിന്റെ പൊതു ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമുക്കതിനെ ചെറിയ നമ്പർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി ഇത് മനസ്സിലായിട്ടില്ല, ഞാൻ ഈ എക്സാമ്പിൾ പറയാം. 10/15. 10ലും 15ലും കോമൺ ആയിട്ട് കോമൺ ഫാക്ടർ പൊതു ഘടകം ഏതില്? നോക്കൂ, 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 × 5 ആണ്. 15 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 × 5 ആണ്. കറക്റ്റ് അല്ലേ? 3 × 5. അപ്പോ ഇതിന് പകരം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 10ന് പകരം 2 × 5 ബൈ 15ന് പകരം 3 × 5. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കിയാൽ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്, 5 ഉണ്ട്. അത് നമ്മ ഒഴിവാക്കുക. ബാക്കി എത്ര വരും? 2/3. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. 10/15 എന്ന് പറഞ്ഞാൽ 2/3 എഴുതാം. ഇതിനെ നമ്മൾ പറയുന്നതിന്റെ ലഘുരൂപം എന്നാ പറയാ. ലഘുരൂപം എന്ന് പറഞ്ഞ അർത്ഥം ചെറിയ രൂപം. ലഘുരൂപം, ചെറിയ രൂപം, ലോവസ്റ്റ് ഫോം. ഇംഗ്ലീഷിൽ പറയല് ലോവസ്റ്റ് ഫോം, ചെറിയ ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതുന്നതാണ് ഏത്? ഇപ്പൊ ഈ പറഞ്ഞത്. വലിയ നമ്പറുകൾ തന്നിട്ട് ചെറിയ നമ്പറുകളാക്കി. ഓക്കെ ഓക്കെ, അപ്പോ ഇനി വേറൊരു നമ്പർ നമ്മൾക്ക് എഴുതി കഴിഞ്ഞാൽ നോക്കിക്കോളൂ കുട്ടികളെ. ഇപ്പൊ ഞാൻ പറയുന്നു 12/15 ഉണ്ട് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? നമുക്കറിയാം എങ്ങനെ എഴുതാം. 4 × 3 എഴുതാം. 3. 15നെ എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം. അപ്പൊ ടെൻഷൻ അടിക്കണ്ട, ഈ 3 ആദ്യം എഴുതിയോണ്ട് ടെൻഷൻ അടിക്കണ്ട. മുകളിലും താഴെയും ഒരേപോലെ ഉള്ളത് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ആരെ ഒഴിവാക്കാം? 3നെ ഒഴിവാക്കാം, ഈ 3നെ ഒഴിവാക്കാം. ഇത് ഇപ്പുറം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളത് അവിടെ എഴുതിയാൽ മതി. ബാക്കിയുള്ളത് 5. ആൻസർ കിട്ടി. ഓക്കെ, ഇനി നോക്ക് 12/18. 12/18 എന്ന് പറയുമ്പോ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. 12/18 പറഞ്ഞാൽ ചില കുട്ടികൾ എഴുതും 6 × 2, താഴെ എഴുതും 9 × 2. രണ്ട് സ്ഥലത്ത് 2 കോമൺ ആയിട്ടുണ്ടല്ലോ, എഴുതി. അപ്പൊ 2 ക്യാൻസൽ ആയി. നമുക്ക് എത്ര കിട്ടി? 6/9 കിട്ടി. 6/9 കിട്ടി. അപ്പൊ ആ 6/9 കിട്ടിയാല് ഇനി ഇതിനെ വീണ്ടും ചെയ്യണം. എന്താ കാരണം? രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് 3 ഫാക്ടർ ആണ്. 3 എന്ന് പറയുന്ന നമ്പർ 3 ഇവിടുത്തെ കോമൺ ഫാക്ടർ. എന്താ കാരണം? 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. രണ്ട് സ്ഥലത്തും 3 ഇല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6/9 ഈക്വൽ ടു 6നെ 2 × 3 ബൈ 9നെ 3 × 3. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മേലെയും താഴെയും ഒരേപോലെ നമ്പർ ഉണ്ട്, നമുക്ക് ഒഴിവാക്കി. ബാക്കി നമുക്ക് എത്ര കിട്ടും? ബാക്കി നമുക്ക് കിട്ടുന്നത് 2/3 ആണ്. കറക്റ്റ് അല്ലേ? 2/3 ആണ്. അപ്പൊ അത് സിമ്പിൾ. ഇനി 12/18 വേറൊരു കുട്ടി വേറൊരു തരത്തിലെ ചെയ്യാം. 12/18 ഇങ്ങനെയല്ലാതെ ഒരു കുട്ടി വേറൊരു തരത്തിൽ ചെയ്യുന്നെന്ന് വിചാരിച്ചോ. ഇത് അതിന്റെ ആൻസർ ആയി കേട്ടോ. വേറൊരു തരത്തിൽ ചെയ്യാം. കുട്ടി എന്താ ചെയ്യുന്നറിയോ? കുട്ടി പറയുകയാണ് 12 എന്ന് പറഞ്ഞാല് ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. കാരണം എന്താ? 4 × 3 ആണ് ബൈ
18നെ കുട്ടി എങ്ങനെ എഴുതി? 6 × 3 എന്ന് എഴുതാം. കുട്ടിക്ക് അങ്ങനെ അറിയാം. 2നെ കൊണ്ട് ചെയ്യുന്ന കുട്ടി 3നെ കൊണ്ട് ആദ്യം ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 3 കട്ടായി. ബാക്കി നമുക്ക് ആരെ കിട്ടും? 4/6. അപ്പൊ ഈ 4ലും 6ലും കോമൺ ആയിട്ടുണ്ട്, പൊതു ഘടകം 2 ഉണ്ട് അല്ലേ? അപ്പൊ കുട്ടി എന്ത് എഴുതുന്നു? 4നെ എങ്ങനെ എഴുതുന്നു? 2 വെച്ചിട്ട് 2 2 4. 6നെ എങ്ങനെ എഴുതുന്നു കുട്ടി? 3 2 3 × 2. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരേപോലെ മേലും താഴെയും 2 ഉണ്ട്. ബാക്കിയുള്ളത് എത്ര? 2/3. നേരത്തെ കിട്ടിയത് എത്ര? 2/3. രണ്ടും കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നില്ലേ? ഓക്കെ. അപ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആ പുസ്തകത്തിൽ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾക്ക് നേരത്തെ അറിയാം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്താ കാര്യം വെച്ചാൽ, ഇപ്പൊ 6 കേക്ക് 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചാൽ ഒരു കുട്ടിക്ക് എത്ര കേക്ക് കിട്ടും? 6 cakes divided to 3 children equally, then each one get. ഓരോരാൾക്കും എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? 6നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 കിട്ടും അല്ലേ? അപ്പോ ഇതിനെ ഈ ഡിവിഷൻ എന്ന് പറയുന്നതിനാ നമ്മൾക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ അതിന് നമുക്ക് 6/3 = 2 എന്ന് എഴുതും. ഡിവിഷൻ നമുക്ക് എങ്ങനെ ആക്കിയിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഹരിക്കുക എന്ന് പറയുന്നതിനെ ഭിന്നസംഖ്യ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോ ഇനി 8 പെൻസില് 4 കുട്ടികൾക്ക് വീതിച്ചാലോ? 4 കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര കിട്ടും ആണെങ്കിൽ നമ്മൾ എഴുതും 8/4 ആണ് എഴുതുക, 2 എന്ന്. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് 8/4 ഉണ്ടെങ്കിലോ 8നെ 4 ഈക്വൽ പാർട്ടാക്കി മാറ്റിയാല് ഒരാൾക്ക് കിട്ടുന്നത് എത്ര? 8നെ 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി 4 സ്ഥലത്ത് ഇങ്ങനെ ഒരേപോലെ വെച്ചു. അപ്പൊ ഒന്നിൽ എത്ര ഉണ്ടാവും? ഒന്നിൽ നമുക്ക് കിട്ടും 2. അപ്പൊ ഡിവിഷൻ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം എന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഏത് നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. ഇപ്പം 6നെ നമ്മൾ 6/3 എഴുതി. ഇനി 5നെ നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതാം? 5നെ നമുക്ക് 5/1 എന്ന് എഴുതാം. 4നെ നമുക്ക് 4/1 എന്ന് എഴുതാം. 5നെ 1 ഒറ്റൊരു ഭാഗമാക്കി ഭാഗിക്കുക എന്നർത്ഥം അത് 5 തന്നെ വെക്കുക എന്നർത്ഥം. 5 5 തന്നെ ഒരു സ്ഥലത്ത് വെക്കുക. അപ്പൊ 5 ഉണ്ടാവും. അപ്പൊ 5നെ 5/1, 4നെ 4/1. ഇനി 7 ആണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 7/. അപ്പൊ ഏത് നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതാൻ കഴിയുന്നും കൂടെ എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ. ഇത് പ്രധാനപ്പെട്ടതാണ്. ഏത് നമ്പറിനെ നമുക്ക് by1 ഇട്ടിട്ട് by1 എഴുതിയിട്ട് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഈ വർഷവും നിങ്ങളുടെ പുസ്തകത്തിൽ ചെയ്യുന്ന മാതിരി ഉള്ളത്. ഒരു ഉദാഹരണം എന്താന്ന് വിചാരിച്ചാല് 6 കേക്ക് 4 കുട്ടികൾക്ക് വീതിച്ചാല് ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 6 കേക്കാണ് 4 കുട്ടികൾക്കാണ് വീതിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിക്കാണ് വേണ്ടത്. ഒരു കുട്ടിക്ക്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 6 cakes equally divided to 4 children, then each children get. ഒരു കുട്ടിക്ക് എത്ര കിട്ടും എന്ന് ചോദിച്ചാല് each one, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക്, ഓരോ കുട്ടിക്കും കിട്ടുന്നത് എത്ര? ഓരോ കുട്ടിക്കും എത്ര കിട്ടും? കിട്ടുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആകെ എത്രയുണ്ട് എന്ന് നോക്കും. ആകെ എത്ര? 6 കേക്കാണ്. എത്ര കുട്ടികളുണ്ട്, എത്ര ആളുകളുണ്ട് നോക്കും. അപ്പൊ അവിടെ കിട്ടുന്നത് എത്ര? 4. ആകെയുള്ളതിനെ, ടോട്ടലിനെ അവരുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശ്രദ്ധിക്കണേ, ടോട്ടലിനെ ആകെയുള്ളതിനെ എത്ര പേരുണ്ട് എന്ന് ഡിവൈഡ് ചെയ്യും. ഓർമ്മിക്കണം. അതായത് ആകെ എന്ന് പറഞ്ഞാൽ മൊത്തം. ഓക്കെ. അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് പതിവ്. ഓക്കെ. അപ്പൊ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു എന്ത്? 6/4 എന്ന് എഴുതാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തിനാണ് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ വരുന്നതായി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക? 6/4 എന്ന് പറയുമ്പോ ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. 6/4 എങ്ങനെയാ? 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 2 ആണ്. 4 എന്ന് പറഞ്ഞാലോ
2 ഇൻറ്റു 2 കോമൺ ഫാക്ടർ ഉണ്ട്. രണ്ടും ഇരട്ട സംഖ്യകളാണെങ്കിൽ, രണ്ടും ഇവൺ നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ എന്ത് വന്നാലും 2 ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ 6/4 എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ, ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതി കഴിഞ്ഞാൽ 2 2 തടയാ, ബാക്കി നമുക്ക് എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. ഈ 3/2 എന്ന് പറയുന്നതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 2/2 പ്ലസ് 1/2 ആണല്ലേ. 2/2 1/2 ചേർന്നതാണ് എന്ത്? 3/2. അപ്പൊ നമുക്ക് ഇതിനെ എഴുതാം 1/2. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 3/2 പറഞ്ഞത്. 3/2 നമുക്ക് എങ്ങനെ എഴുതാം? 1/2. 1 1/2 വരും. 3നെ 2 കഷ്ണമാക്കിയിട്ട് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുക? 3നെ 2 കഷ്ണാക്കണം. 2 കഷ്ണാക്കുമ്പോ എങ്ങനെയാ വരിക? 3 എണ്ണം നമ്മൾ ഇടുക്കിയുണ്ട്. 3 എണ്ണം ഉണ്ട്. ഇതിന് 2 കഷ്ണാക്കണം. 2 കഷ്ണാക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഈ 2 എണ്ണത്തിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഭാഗമാക്കുമ്പോ അതിൽ 1 കിട്ടും. ഈ 2 എണ്ണത്തില് 1 കിട്ടും. പിന്നെ ഈ 1ന്റെ എന്ത് കിട്ടും? ഈ 1ന്റെ പകുതി കിട്ടും. 1ന്റെ പകുതി കിട്ടും. 3ന്റെ പകുതി ആവുമ്പോ ഇതിൽ 2 എണ്ണത്തിൽ 1 കിട്ടും. ഈ 1ന്റെ പകുതിയും കിട്ടും. ആകെ എപ്പോ എത്ര കിട്ടും? 1 പകുതിയും. നമുക്ക് എത്ര കിട്ടും? 1.5 കിട്ടും. 1 1/2. ഇത് നമ്മൾ കഴിഞ്ഞ 5ാം ക്ലാസ് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.5 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. 2/2 പറഞ്ഞാൽ 1 അപ്പൊ 1 1/2 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയല്ലോ. ഇതേമാതിരിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. നോക്കൂ കുട്ടികളെ, മറ്റൊരു കണക്ക് ഇതാ 33 ലിറ്റർ പാല് എന്ത് വേണം? 12 പേർക്ക് ഒരുപോലെ കൊടുത്താല് ഒരാൾക്ക് എത്ര പാല് കിട്ടും? എത്ര ലിറ്റർ പാല് കിട്ടും? 33 liters of milk divided to 12 people equally, then each one get. ഓരോരാൾക്കും എത്ര കിട്ടും? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ എന്താണ്? ആകെ എത്രയുണ്ട് നോക്കുക. ആകെ എത്രയുള്ളത്? 33 ലിറ്റർ പാലാണ്. എത്ര പേർക്കാണ്? 12 പേർക്കാണ്. ഈ 12 പേർ 12 people എന്ന് പറയുമ്പോൾ താഴെ വരണം. അപ്പൊ ആകെ ഉള്ളത് മുകളിൽ വരണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 33/12 എന്ന് കിട്ടും. ഈ 33/12 എന്ന് കിട്ടുമ്പോ നമ്മൾക്ക് ഇതിനെ ചുരുക്കി എഴുതാൻ പറ്റുമോ നോക്കണം. എന്താണ് നോക്കേണ്ടത്? 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3. 12നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 4 × 3 ആണ്. ഇത് ഇരട്ടയല്ല, അതുകൊണ്ട് 2 ഉണ്ടാവില്ല. പിന്നെ 33 ആണ്. 33നെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയാൽ 10 3 30 അല്ലേ? നോക്ക്, 10 3 നമുക്കറിയാം 30 ആണ്. 10 3 30. അപ്പൊ 11 3 എത്ര വരും? 33 വരും അല്ലെ? 11 3 33. അപ്പൊ 33നെ എങ്ങനെ എഴുതാം? 11 × 3 അല്ലെങ്കിൽ 3 × 11. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നോക്ക്, ഇവിടെ വരിയിട്ടാല് ഇവിടെയും വരിയിട്ട് കഴിഞ്ഞു. അപ്പം 3 3 ഒരുപോലെ വന്നു. 11/4. നോക്ക്, 11/4. 11/4 എടുക്കുമ്പോൾ എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 11/4 എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ കുട്ടികളെ, 11 4ന്റെ മൾട്ടിപ്ലൈ ഏതെല്ലാണ്? 4ന്റെ ഗുണിതം 4 8 12 16 പോലെയുള്ളതാണ്. അപ്പൊ ഇവിടത്തെ ഉള്ളത് 11 ആണ്. ഈ 11 വരുമ്പം 12 ആവാൻ പറ്റില്ല. അപ്പൊ 8 11 താഴെയല്ലേ? അപ്പൊ നമുക്ക് 11നെ എങ്ങനെ എഴുതാം? 8 + 3/4 എന്ന് എഴുതാം. 8 + 3/4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8ല് 4 8. അപ്പൊ നമുക്ക് കിട്ടും 8/4 എന്ന് എഴുതാം, പ്ലസ് 3/4 എന്ന് എഴുതാം. 8/4 + 3/4. അപ്പൊ 8/4 എന്ന് പറഞ്ഞാൽ 8നെ 4 കൊണ്ട് അത് നമുക്ക് ചുരുക്കാൻ പറ്റുമല്ലോ. 8/4നെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം. പിന്നെ 4നെ എങ്ങനെ എഴുതാം? 4 × 1. അപ്പൊ 4 4 കട്ട് ചെയ്താൽ 2/1 കിട്ടും. 2/1 പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം 2 + 3/4. 2 + 3/4 എന്ന് പറഞ്ഞാൽ എത്ര? 2 3/4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോ ഈ തരത്തില് ഒന്നിന് കിട്ടിക്കഴിഞ്ഞാല് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്ത് അതിനെ ചുരുക്കി എഴുതുന്നതാണ് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് നമുക്ക് ഘടകങ്ങളാക്കി എഴുതാൻ പഠിക്കണം. അപ്പൊ എന്താ അർത്ഥം? 10 വരെയുള്ള ടേബിള്
എല്ലാ കുട്ടികളും 10 വരെയുള്ള ഗുണന പട്ടിക നല്ല രീതിയിൽ ഏത് സമയത്തും ചോദിച്ചാൽ കിട്ടുന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മാത്രമേ ഈ കണക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ചുരുക്കലില് നോക്കൂ കുട്ടികളെ, 11 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 11 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2.25 ഇവിടെ വന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 11 4 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്കറിയാം. 11 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. 11 പോവില്ല, 11 2, 2 4 8, ബാക്കി വരുന്നത് എത്ര? 3 വരും. ബാക്കി 11 8 പോയാൽ 3 വരും. ഈ 3 വന്നാല് ഈ 2 നിങ്ങൾ ആദ്യം എഴുതുക, 2. പിന്നെ അതിനുശേഷം ഈ 3 ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഈ ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ പറഞ്ഞത്, ആ 4 തന്നെ ഇവിടെ എഴുതും. അപ്പൊ 2 3/4 ആയി. ഡൗട്ട് ഉണ്ട്, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് 17/3 ഉണ്ട് എന്ന് വിചാരിച്ചോ. 17/3 ഉണ്ടെങ്കിൽ 17 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കൂ കുട്ടികളെ, 17 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 17 അപ്പൊ എത്ര? 3ന്റെ ടേബിൾ ചൊല്ലുമ്പോ നമുക്ക് 5 കിട്ടും. 5 3 15, 6 3 18 അല്ലേ, 6 3 18 അപ്പൊ 15 ആയോണ്ട് 3 15, ബാക്കി എത്ര? 2 കിട്ടി. ഇനി എങ്ങനെ ഈ 17/3 എഴുതേണ്ടത്? ഈ 5 ആദ്യം എഴുതുക, പിന്നിട്ടോ ഈ താഴെ വരുന്നത് ഇതിന്റെ മുകളിൽ എഴുതുക, എന്നിട്ട് താഴെ ആരെ എഴുതുക? ഈ താഴെയുള്ളത് തന്നെ താഴെ എഴുതുക. ഓക്കെ, താഴെയുള്ളത് തന്നെ താഴെ എഴുതുക. ഇവിടെ എഴുതുന്നത് ഏത്? ഈ കോഷ്യന്റ് ഹരണഫലം. ഇവിടെ വരുന്നത് 2. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാതെയും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടെ ഞാനിപ്പോ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ കുട്ടികളെ, ഇപ്പൊ 11/3. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? 3ന്റെ ടേബിൾ ചൊല്ലുന്നു. 3ന്റെ ടേബിൾ ചൊല്ലുമ്പോ കുട്ടിക്ക് 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. ഇങ്ങനെയല്ലേ കുട്ടിക്ക് കിട്ടുക? 12. അപ്പൊ ഇവിടെ 11 ഉള്ളൂ. അപ്പൊ 12 വേണ്ടല്ലോ? വേണ്ട. കുട്ടി 3 × 3 9 വരെ കിട്ടും. 3 × 3 9 ആണല്ലോ. അപ്പൊ 3നെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ 3നെ ആദ്യം എഴുതുക. 3 × 3 ആയതുകൊണ്ട് 11 കുറവ് വരുന്ന 9, 3 × 3 ആയതുകൊണ്ട് 3 എഴുതുക. എന്നിട്ട് ബാക്കി എത്ര വരും? 11 9 അല്ലേ പറഞ്ഞത്? 3 3 9 അല്ലേ? 11 9 അങ്ങ് കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 9നെക്കാട്ടി എത്ര അധികം? 11 2. അപ്പൊ 2 ഡിവൈഡഡ് ബൈ എത്ര എഴുതിയാൽ മതി? 3 എന്ന് എഴുതിയാൽ ആൻസർ ആയി. ഞാൻ ഒന്നുകൂടെ ഞാനത് പറഞ്ഞു തരാം, കുട്ടികൾക്ക് അതായിരിക്കും എളുപ്പം. നോക്കൂ കുട്ടികളെ, ഇപ്പോ 27/6 ഉണ്ട് എന്ന് വിചാരിക്കാം. 27/6. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു? 6ന്റെ ടേബിൾ അങ്ങ് ചൊല്ലുന്നു. ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇതിനെ 27ലും 6ലും 3 ഉണ്ടല്ലോ. അപ്പൊ എന്താ എഴുതാ? 9 × 3 എന്ന് എഴുതാ. 6നെ 2 × 3 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 3 കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എത്ര കിട്ടും? 9/2 എന്ന് കിട്ടും. 9/2. അപ്പൊ 2ന്റെ ടേബിൾ ചൊല്ലുന്നു. അപ്പൊ എത്ര കിട്ടും? 4 to 8, 5 to 10, 10 കിട്ടും. ഇവിടെ 9 അല്ലേ ഉള്ളൂ. അപ്പൊ 4 to എത്ര? 8. 8 ആണ്. 4 to 8. അപ്പൊ 4 2 അല്ലേ 8. അപ്പൊ 4 എഴുതുക. ഈ 8 9 എത്ര ഇവിടെ അധികമുണ്ട്? 1 അധികമുണ്ട്. ആ 1 ഇവിടെ എഴുതിയിട്ട് /2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോ ഇതിന്റെ താഴത്തതിന്റെ ടേബിള് ചൊല്ലുക. അപ്പൊ ഇതിന് താഴെയുള്ള ഒരു നമ്പർ വരുമ്പോ ആ നമ്പർ എത്ര മൾട്ടിപ്ലൈറ്റാണോ ഗുണിച്ചിട്ടാണോ കിട്ടുന്നത് അത് ഇവിടെ എഴുതുക. പിന്നെയോ എത്ര ബാക്കി അധികം ഇതിലുണ്ട്, അത് എത്ര? 1 അധികം ഉണ്ട്. ആ 1 മുകളിൽ എഴുതിയിട്ട് /2. ഈ 2 തന്നെയാണ് എപ്പോഴും താഴെ വരിക. ഓക്കെ, ഇത് പ്രിയപ്പെട്ട കുട്ടികളെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളാണ്. ഈ കാര്യം നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ സ്ഥിരം വരുന്നതാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ മുഴുവൻ പറഞ്ഞത്. എന്തൊക്കെയാണ് ആ പാഠത്തില്, ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങള്, ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും. ഓക്കെ, നമുക്ക് അപ്പോൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
നമുക്ക് വീണ്ടും കാണാം. ബൈ 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 ബൈ.